സർ. ആയിരിക്കടോ. ഇവിടെ വിനീതേ, വിനീതിന് ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? സാർ ആ കള്ളന്മാർ പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അതല്ലടോ, ഞാൻ രണ്ടുപേരെ ഇവിടെ കണ്ടു. അതൊരു സ്വപ്നമാണോ അതോ എൻ്റെ ഒരു തോന്നലാണോ എന്നറിയില്ല. അങ്ങനെ സാർ അവിടെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സാർ അവന്മാർ പറയുന്ന മുഴുവൻ തള്ളിക്കളയണ്ട. ഓ, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? സാറിപ്പോൾ താമസിക്കുന്ന വീട് കുറച്ച് നാട്ട് പൂട്ടിക്കിടക്കുമായിരുന്നു. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറ് പറയുന്നവരവിടെ പേടിക്കാനൊന്നുമില്ല. സാറിന് സംശയമാണെങ്കിൽ എൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, അച്ഛനിപ്പോൾ എവിടെ ഉണ്ട്? അച്ഛനിപ്പോൾ വീട്ടിൽ കാണാം. ആണോ? എന്നാൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? അതിനെന്താ, നമുക്ക് പോകാം സാറേ. സാറേ, ആ നിൽക്കുന്ന ആള് പുള്ളി പഴയ പോലീസുകാരനെ. അച്ഛാ, ഇതാ നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് സി എസ് സാർ. നമ്മുടെ ലീലാമ്മ ആൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ പൂട്ടിക്കിടക്കുന്ന വീടില്ലേ, അവിടെ സാർ താമസിക്കുന്നു. അവിടെയാണോ? എന്താ മോൻ്റെ പേര്? ശിവൻ. അച്ഛാ, ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അച്ഛനറിയോ? സാറിനത് മേടിക്കാൻ താല്പര്യമുണ്ടേ? അല്ല, അത് വിലയ്ക്ക് മേടിക്കാനാണോ? അല്ല, വിലയ്ക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്രയും വലിയ പ്രശ്നമുള്ളൊരു സ്ഥലമാണോ അത്? അങ്ങനെ ചോദിച്ചാൽ ആദ്യം ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആണോ? കുറച്ച് വർഷം മുമ്പ് അവിടെ ഒരു അമ്മയും കുഞ്ഞും മരിച്ച കാര്യം നിനക്കറിയുന്നതല്ലേ? അറിയാം. അത് ഞാൻ സാറിനോട് പറഞ്ഞു. അതിന് ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? കേട്ടു ശിവ, ഇവൻ ക്യാമ്പിൽ പോയിൻ്റെ അന്നായിരുന്നു അവിടെ ആരോ മോഷണത്തിന് കയറിയത്. ആ സമയത്താണ് അവർ കൊല ചെയ്യപ്പെട്ടത്. ഓ, ശരീരമെല്ലാം പുഴുവരിച്ച രീതിയിലാണ് കിടന്നിരുന്നത്. മരിച്ചു കിടന്ന ആ അമ്മയുടെയും കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞൊരു 2 വർഷം ആരും തന്നെ അവിടെ താമസത്തിന് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫാമിലി അവിടെ താമസത്തിന് വന്നത്. പക്ഷേ അധികം നാൾ അവരും അവിടെ താമസത്തിന് ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ ചില കഥകളൊക്കെ പറഞ്ഞവരെ പേടിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അധികം നാൾ അവരവിടെ ഉണ്ടായിരുന്നുമില്ല. അതിനുശേഷം ആ വീട്ടിൽ ആരും താമസിച്ചിട്ടില്ല. ഈ കഥകളൊക്കെ ആർക്കാ അച്ഛാ ഉണ്ടാക്കാൻ പറ്റത്തെ? അങ്ങനെ വെറുതെ ഒരു കഥ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം ഉണ്ടാകാനാ? ഇനി എന്തെങ്കിലും അറിയണമെങ്കിലേ ഫാദർ ഗ്ലോറിയാസിനെ പോയി കണ്ടാൽ പറഞ്ഞു തരും. ഓക്കെ, എന്നാൽ ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ഏതായാലും വന്ന സ്ഥിതിക്ക് സാറിന് കാപ്പി കൊടുത്തിട്ട് വിട്ടാൽ മതി. ശരി. പറയടോ. ഞാൻ ദേവന്. വിനീതേ, ചായ ഒന്നും വേണ്ട. എന്തു പറ്റി? അത്യാവശ്യമായിട്ട് പോണം. ശരി. മോനെ കൊണ്ട് തോറ്റു.
നമസ്കാരം. എന്താ വിനീത ഇങ്ങോട്ടൊക്കെ? ചുമ്മാ ഇതുവഴി പോയപ്പോ അച്ഛനൊക്കെ സുഖമായിരിക്കുന്നു? ഓ സുഖമായിരിക്കുന്നു ഫാദർ. ഞങ്ങളൊന്ന് ഫാദറിനെ കാണാൻ വേണ്ടി വന്നാ. എന്താ വിശേഷിച്ച്? ഫാദർ, എൻ്റെ പേര് ശിവൻ. ഞാനിവിടെ ജോയിൻ ചെയ്ത് പുതിയ സി എ ആണ്. അപ്പോൾ ശിവനാണ് അവിടെ താമസിക്കാൻ വന്നത്. അതെങ്ങനെ ഫാദറിന് മനസ്സിലായി? അതവിടെ നിൽക്കട്ടെ. അല്ല, അവിടെ താമസിച്ചുകൊണ്ട് ശിവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊന്നുമില്ല ഫാദർ. പക്ഷേ ഞാൻ കണ്ടൊരു സ്വപ്നം, അത് എന്താ ശിവ? ശിവ, അത് സ്വപ്നമല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഞാൻ അവരോട് പറഞ്ഞതാ, ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റാതെ ആ വീട് വാടകയ്ക്ക് കൊടുക്കരുത്. അല്ല, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദർ? ഏയ്, അത് പിന്നെ പറയത്തക്ക പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഒന്ന് സൂക്ഷിക്കണം. ആ തയ്യൽ മെഷീനിൽ കുടിയിരിക്കുന്ന എന്താണെങ്കിലും അത് ശിവന്റെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞു. അതിനെ ഒഴിവാക്കാൻ ഇനി സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇതുപോലെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവിടെ എന്ത് പ്രശ്നമാണ് ഫാദർ ഉണ്ടായിട്ടുള്ളത്? ആ അമ്മയുടെയും മകളുടെയും മരണത്തിന് ശേഷം അവിടെ ചില അസ്വാഭാവിക സംഭവങ്ങൾ താമസിക്കാൻ വന്നവർക്കുണ്ടായിട്ടുണ്ട്. എങ്ങനെയുള്ള? ശിവനിപ്പോൾ അനുഭവപ്പെട്ടതുപോലെയുള്ള. അല്ല, ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഫാദർ? ശിവനൊരു കാര്യം ചെയ്യും. ഇന്ന് തന്നെ ശിവന്റെ ഭാര്യയും കുഞ്ഞും അറിയാതെ ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റണം. എന്താവശ്യമുണ്ടെങ്കിലും ശിവൻ ഇങ്ങോട്ട് വരാം. മാറ്റാം ഫാദർ. ഫാദർ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. പോയി വരൂ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ശരി. ഹലോ, അകത്തേക്ക് വേടോ. എന്താ സാറേ? താത് പിടിച്ചേ. എന്നെ മുടിഞ്ഞ ഭാരോ സാറേ ഇതിന്. ഒന്നും മിണ്ടാണ്ടിരിക്കടോ, അവളെ ഇരിക്കും. സാറേ, എന്തായാലും ഫാദർ പറയുന്ന പോലെ ഈ മെഷീൻ ഒരു പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. താഴെ എവിടെ കൊണ്ട് കളയാൻ ഉദ്ദേശിക്കണത്? ഞാൻ ആ സ്ക്രാപ്പ് കോപ്പിയുടെ കടയിൽ കൊണ്ട് കൊടുക്കാം. അതാകുമ്പോൾ വെട്ടിപ്പൊളിച്ച് പാഴ്സലാക്കി കയറ്റി വിട്ടുള്ളൂ. ഇതൊരു തലവേദനയാവോ? ഞാൻ നോക്കിക്കോളാം, സാർ ടെൻഷൻ അടിക്കണ്ട. താനാ ചെല്ലാൻ നോക്ക്. ആ ശരി. ഓക്കെ സാറേ. എന്താടോ?